നട്ടല്ലാത്തവൻ, പേടിത്തൊണ്ടൻ, എന്തൊക്കെയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ വേണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? സോറി. അല്ല, ബാക്കിയുള്ളവരെന്താ പറയാ പോണേ? നിങ്ങൾ പെമ്പിളേരെ കൊണ്ട് കണ്ണിക്കണ്ട ബാറിലൊക്കെ പോയതുകൊണ്ട് ഐവി ക്യാൻസൽ ആയിരുന്നോ? ബാറില്ല, ഷാക്ക്. മിണ്ടരുത്. അവന്റെ എടാ, നിനക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ആ ദേ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. എനിക്കൊന്നും അറിയണ്ട കേട്ടോ. എടാ, കുപ്പി എടുത്ത് മാറ്റിയതും ക്ലൂ ഒളിപ്പിച്ചതും ഈ ബാറിലേക്ക് കൊണ്ടുപോയതൊക്കെ അവരുടെ പ്ലാൻ ആയിരുന്നു. എന്നുവെച്ച് അത് സമ്മതിച്ചു കൊടുക്കണോ? പെൺകുട്ടികൾ രാത്രി കറങ്ങി കിടക്കണം, ഡ്രിങ്ക് ചെയ്യണതൊന്നും ശരിയല്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരായിരുന്നു. അല്ലാണ്ട് രാത്രി മൊത്തം അവരുടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ലോ വേണ്ടത്. ആ ആമ്പിള്ളേർക്ക് വെള്ളം അടിക്കാം, സിഗരറ്റ് വലിക്കാം, ഏപ്പടം കാണാം, രാത്രി മൊത്തം കറങ്ങി നടക്കാം. ഒരു പെൺകുട്ടി ചെയ്തപ്പോ ഇഷ്യൂ അല്ലേ? നിങ്ങൾ ഇത്ര സെക്സിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. റേസിസ്റ്റ്. ഹായ് ദിയ. ശരിയാ, ഞങ്ങള് ഭയങ്കര സെക്സിസ്റ്റാ. കുറ്റം നിങ്ങളുടെ ഒന്നല്ല, ഞങ്ങളല്ലേ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇതൊന്നും പറഞ്ഞ് തർക്കിച്ചോണ്ടിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അടുത്ത് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. അക്ഷയ വിചാരിച്ച എന്തെങ്കിലും നടക്കും. ക്ലാസ്സിലെ സാറിന് കുറച്ചെങ്കിലും മതിപ്പുണ്ടെങ്കിൽ ശിവനോടാ. ആണോ? പിന്നല്ലേ? കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഒരു ഹിപ്പി വില്ലേജ് കാണാൻ പോക്കാം. അതും ഒരു കോട്ടയ്ക്ക് തന്നെ പോണവര്. ബ്ലഡി ഫുൾ. ഞങ്ങൾ അറിയാണ്ട് ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുക, ഡ്രിങ്കിങ്, അതും പെണ്ണുങ്ങളുടെ കൂടെ. നിങ്ങളുടെ പേരൻസിനെ അറിയിച്ച എത്ര വലിയ ഇഷ്യൂ ആണെന്നറിയോ? സ്റ്റുഡൻസിന് അടുത്ത് ബാഗ് പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയും. നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിക്കണം. You may go now. ആസ് യു ഓൾ നോ, ഐവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി നിങ്ങളിൽ ചിലർ അതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ബ്രേക്ക് ചെയ്തു. അങ്ങേരവിടെ സ്തുതി വിളിച്ചു തുടങ്ങി. എന്തൊക്കെയായിരുന്നു? ഐവി ക്യാൻസൽ ചെയ്യുന്നതിന് ഗോവ, ബീച്ച്, സൺഡൗൺ, പാർട്ടി, ഒലക്കയുടെ മൂഡ്. ക്ലാസ്സിലെല്ലാവരെയും ഫേസ് ചെയ്യാൻ തന്നെ മടിയാവുന്നു. പോടെടാ ചുമ്മാ. വൺ ലാസ്റ്റ് ചാൻസ്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ? ഓക്കെ സർ. You may go now. ലവ്ലി, എനി പ്രോബ്ലം? അമേരിക്കക്കാരൻ ഡോക്ടർ, അമ്മയുടെ ചോയ്സ്, അച്ഛന് സമ്മതം. പെണ്ണുകാണിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ ഐവിക്ക് വന്നത്. പക്ഷെ ഇപ്പൊ ഐവി ക്യാൻസലായില്ലേ, ഇനി കാണാതെ വേറെ നിവൃത്തിയില്ല. ഇവിടെ ഞാൻ എങ്ങനെ വിളക്കും? അമേരിക്ക. ഗ്രേറ്റ്. ഓൾ ഓഫ് യു ആർ മൈ ഫേവറേറ്റ് സ്റ്റുഡൻസ്. നിങ്ങളുടെയൊക്കെ മോൻ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സോ ദാറ്റ് വി ആർ പാക്കിംഗ് ദ ബാഗ്സ് ആൻഡ് ഗോയിങ് ടു ഗോവ. ഗോവയോ? അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ ലവ്ലി, നമുക്ക് ഗോവയ്ക്ക് പോവാം. ഐവി സ്റ്റാർട്ടാൻ വെയിറ്റിംഗ് കഴിഞ്ഞ് കുരിശൊന്ന് ഓഫാൻ. എന്നാലും ഈ സാറിന്റെ മനസ്സ് എങ്ങനെയാ മാറിയത്? സിമ്പിൾ. സർവീസിന്റെ പുറകെയാ കട്ട പ്രേമം. അത് നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ കയറണം. അതെങ്ങനെയാ? ക്ലാസ് റൂമിൽ പോലും കയറാറില്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് സാറിനോട് പോയൊരു താങ്ക്സ് പറയാം അല്ലേ? താങ്ക്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു സോറി പറയാം. കറക്റ്റ്. ദാറ്റ്സ് ഓക്കെ. സോറി ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറച്ചുണ്ടാക്കിയ പ്രശ്നത്തിന് മറ്റുള്ളവരെ പണിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അക്ഷയ്, തനിക്ക് ആരോട് എന്തോ പറയാനില്ലേ? ടീച്ചേഴ്സ് അറിയാതെ ക്ലാസ് റൂമിൽ ഒന്നും നടക്കത്തില്ല. ഡോ, തന്നോടും കൂടെ. സാർ ഇവിടെ നിൽക്കുവാണല്ലേ? വരുന്നില്ലേ? വേഗം വാ സാർ. അല്ല, ഞാനിപ്പോ വരാം. ഞാൻ പുറത്തന്നെ ഉണ്ട്.
എന്താടോ ഒരു തമാശ? ആ പറ, ഞാനോടും ചിരിക്കട്ടെ. അല്ല, ഈ സ്റ്റുഡൻസ് അറിയാണ്ട് സ്റ്റാഫ് റൂമിലും ഒന്നും നടക്കാറില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. സൺസെറ്റ്, നൈസ് നൈസ് ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലവ്ലി സൺസെറ്റ്. നൈസാ. കണ്ടിട്ട് വന്നാ മതി. അങ്ങനെ ഹംപിയിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം അവരെല്ലാരും തിരിച്ചു സൺറൈസ് കാണാനായി ഗോവയിലേക്ക്. നമുക്കൊരു മൂവി പ്ലേ ചെയ്താലോ? എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. ഇരുന്നേ, ഡീ മോളെ. നീ മൂവി ഒന്ന് പ്ലേ ആവോ? ചെല്ല്. അയ്യോ, പർവ്വതം പോലെ ടിവിയുടെ മുമ്പിൽ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കടി. എന്റെ സീറ്റ് വന്നിരുന്നിട്ട് പൊടി. നടക്കട്ടെ. ആരിത്? ഹായ് അക്ഷയ്. ഹായ്. സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അന്ന് എനിക്കുണ്ട്. ആ. ഉം. ആ, ആ. ഇരിക്കുന്നില്ലേ? സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് വട്ടാന്ന് തോന്നിക്കാണു അല്ലേ? ഇച്ചിരി. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ പിന്നെ കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ പറ്റും. ആര്? അച്ഛനാ. എന്നും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. എന്നും വിളിക്കും? പണ്ടെന്നും വിളിക്കുമായിരുന്നു, ഇപ്പൊ വാട്സാപ്പായി. അപ്പോ ഇന്നലെ ഒക്കെ ടെക്സ്റ്റ് ചെയ്തത് വേറെ ആരെ? അച്ഛനെ തന്നെ. ഓ അച്ഛാ. അതെ, നിന്റെ സർപ്രൈസിന്റെ ടൈമായി. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ മുങ്ങുന്നു. ഓക്കെ? നമ്മൾ മാത്രമോ? പിന്നല്ലാതെ ഇതിനൊക്കെ എല്ലാരും വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? എന്തിനൊക്കെ? അതൊക്കെയുണ്ട്. നീ എൻ്റെ കൂടെ വന്നാ മാത്രം മതി. എനിക്ക് വരനോട് ചോദിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വരണ്ട പെർമിഷൻ വേണോ? അയ്യോ, എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞോ? ഞാനെന്നാ. ഓ, ഇനി തൊട്ട് ഡിബേറ്റ് ആണല്ലേ? എന്തിനാ പോന്നെന്ന് പറഞ്ഞോ? വേറെ ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അയ്യടാ മനമേ, അപ്പൊ പ്രായപൂർത്തിയാവാൻ പോവാണല്ലേ? അയ്യേന്നാ ഇതാ പറയുന്നേ. എറിയാൻ അറിയുന്ന എന്റെ കയ്യിൽ വട്ടി കൊടുക്കണം. ഞങ്ങളായിട്ട് ഇങ്ങനെ സ്വപ്നത്തിലേക്ക് കട്ടുണ്ടാവുന്നില്ല. ടീച്ചേഴ്സ് അറിയാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. പക്ഷെ പറഞ്ഞ സമയം തിരിച്ചെത്തിക്കണം. അത് ഞാൻ വന്നോളാം. ഓക്കെ. ചെല്ലേ. ഒരു പയ്യനായി പോകുന്ന നീ ഒരു പുരുഷനായി തിരിച്ചു വാ. കിട്ടിയോ? കാശ് കൊടുത്തോ? നീ സ്ലോ ആണല്ലോ. ശരിയാണല്ലോ. വേഗം വിട്ടൂടെ? ഒന്ന് വേഗം വിടുന്നുണ്ടോ? ഡ്യൂട്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഉണ്ട്. മാപ്പ് പറഞ്ഞു പോലെ. സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതുവഴി ഇതുവഴി ഇതുവഴി. ആ കാണുന്ന വഴി. ഡ്യൂട്ടി ഇതേ സ്ഥലം. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതന്നെ. പതുക്കെ പോ. വാ വേഗം വാ. സമയങ്ങളില്ല, വേഗം വാ. ഞാൻ തിരിച്ചു പോവാം. ഇവിടെ ഒന്നും ശരിയാവത്തില്ല. ഓ ഇവൻ വരാൻ. ഇവിടെ തന്നെ. മതി, എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? വെയിറ്റ് വെയിറ്റ് നിക്ക്.
ഹലോ ഇങ്ങനെ ദേവു ടാറ്റു പാർലർ. യൂറി ഇവളാരാ റഷ്യൻ മാഫിയ? Your directions were very clear. I see. Is this woman? Goto. What's up? നീയും റഷ്യൻ മാഫിയായിട്ട് എന്തടി ബന്ധം? ഹാർട്ട്, ലങ്സ്, ഓർഗൻസ് ഒക്കെ ഉണ്ട്. സത്യം പറടി, നീ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? യൂറി 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 ഞങ്ങൾക്ക് വേണ്ടി ഒരു കപ്പിൾ ടാറ്റു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പിൾ ടാറ്റു? ഇവളെ പിടിച്ചു മാറ്റിക്കേ. എനിക്ക് ഇവന് മാച്ചിങ് ആയിട്ട് ഇതേപോലത്തെ കപ്പിൾ ടാറ്റു. കപ്പിൾ ടാറ്റു. I'm sorry, guys. How can I make it up to you? ഞാനെന്തീ പറഞ്ഞേ? What do you want? Gun, weapon, anything. You just tell me. പുള്ളിക്കാരന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. തോക്കൊക്കെ തരാന്ന്. തോക്കോ? നീ എന്ത് കണ്ടിട്ടാ ബോധം കിട്ടുന്ന പറഞ്ഞേ? സൂചി. സൂചി. എനിക്ക് പണ്ടേ സൂചി ഭയങ്കര പേടിയാ. അങ്ങനെ റോക്ക് സ്റ്റാർ ഗൗതം സൂചിമോൻ എന്ന പേരിലും ദേവിക ടാറ്റുമോൾ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. ഒരു സൂചി കുത്തിയ വേദന. ഇനിയുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ടാറ്റുമോൾ കലിപ്പിലായി. ടാറ്റുമോൾ, സൂചിമോൻ, എന്ത് പറ്റി ഞങ്ങളുടെ കൂടെ വരാൻ? ഇനി കപ്പിൾ ടാറ്റു പോലത്തെ വിചിത്രാചാരങ്ങളൊന്നും ബാക്കിയില്ലേ? ഞാൻ അറിയാത്ത വേറെ വല്ല പേടിയുണ്ടോ? പാറ്റാപ്പല്ലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അല്ലാതെ ഈ മൂളിലും ചീറ്റിലും കേട്ട് ഊഹിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇതിന്റെ 21 ഗിയറുണ്ട്. ലവ്ലി, വാട്ട് ആർ യു ഡൂയിങ്? സാരി എടുത്തിട്ടാണോ സൈക്കിൾ ചവിട്ടുന്നത്? കാട്ടിലും കോഴിയുണ്ട് സാറേ. ഞാൻ MG യൂണിവേഴ്സിറ്റി സൈക്ലിംഗ് ചാമ്പ്യൻ ആണ് 2002. ഇത് എന്താ ഇങ്ങനെ? ഇത് പുതിയ മോഡലാണെന്ന് തോന്നുന്നു. നോക്ക്, എന്റെ ചേട്ടൻ. ഭയങ്കര ലുക്കാണല്ലോ. അതെ, ഏട്ടനൊരു പഠിപ്പിച്ചതായിരുന്നു. പക്ക ബുജ്ജി. 10th കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ തീരുമാനിച്ചിരുന്നു IIT എഞ്ചിനീയറിംഗ്, IIM MBA, ഏതെങ്കിലും ഒരു ലീഡിംഗ് ഇന്റർനാഷണൽ കമ്പനി 2 വർഷം ജോലി. പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നു. എന്നിട്ട് കഴിഞ്ഞ മാസം ഏട്ടന്റെ കമ്പനിയുടെ 1 year സക്സസ് പാർട്ടി ആയിരുന്നു. എൻ്റെ ഈ പ്രായത്തിൽ തന്നെ ഏട്ടനറിയായിരുന്നു അടുത്ത 10 വർഷത്തേക്ക് എന്താ വേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ അടുത്ത സെമിസ്റ്ററിൽ ഇത് എലക്ടീവ് എടുക്കണ്ടേന്ന് പോലും അറിഞ്ഞൂടാ. എന്റെ ബ്രേക്കിനെന്തോ പറ്റി. ആ ബ്രേക്കിന് എന്ത് പറ്റിയെന്നോ? നിനക്ക് സൂചി പേടിയാണെന്ന് അവളോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. എന്തേ പറയാൻ പറ്റില്ലേ? എടാ, ഈ എന്നെ കണ്ട നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സൂചി പേടിയാണെന്ന്? അപ്പൊ അല്ലേ? ആണ്. എന്നാ പിന്നെ വാതൊന്ന് പറഞ്ഞുകൂടാ ടാറ്റു പിടിക്കാൻ താല്പര്യം. എടാ, ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല. ഒരു ഗേൾ ഫ്രണ്ട് ആകുമ്പോഴേ നിനക്കതൊക്കെ മനസ്സിലാവത്തുള്ളൂ. 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്കും തുടങ്ങിക്കോളും. പ്രാക്ടീസ് ചെയ്യുമെന്നും പറഞ്ഞോണ്ട്
ഇവന്റെ പറച്ചിലെടുത്തൊന്നും ആ നാട്ടിലെ ആൾക്കാരെ മുഴുവൻ ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുവാണെന്ന്. സത്യം പറയടാ, നിനക്കിഷ്ടമാണോ ഞങ്ങളുടെ പാട്ട്? സത്യം പറയണോ? ആ പെറ്റ തള്ള സഹിക്കത്തില്ല. എടാ, ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കലും ഒക്കെ പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അവന്മാര് നിന്നെ കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ. നിനക്ക് വേണ്ടി നിർത്തി പോടാ. എടാ ദേവിക, എന്നെ കണ്ട ടൈം മുതൽ ഞാൻ ഇങ്ങനൊക്കെയാ. റോക്ക് ബാൻഡും ക്രൗളിങ്ങും കുറെ കറുത്ത ടീഷർട്ടും കോപ്പും. പെട്ടെന്നൊരു ദിവസം എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അവളെന്ന് വിചാരിക്കും. അവളെ എന്ത് വിചാരിക്കാനാടാ? ഓ പിന്നെ നിന്റെ ഈ കറുത്ത ടീഷർട്ട് വേണ്ടില്ല അവളെ ഇഷ്ടപ്പെട്ടത്. എടാ ഇത്രയും സില്ലി കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നീയൊക്കെ എന്നാ കോപ്പിലെ റിലേഷൻഷിപ്പിലാ. ദേവിക അവളൊരു പാവല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൾക്ക് ഇതൊന്നും ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. നീ ഓരോന്ന് ആലോചിച്ചു വിട്ടു. നിങ്ങൾ വരുന്നില്ലേ? നീ വിട്ടോ, ഞങ്ങൾ എത്തിയേക്കാം. എടാ, ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടിയുടെ ടയർ ഞാൻ സ്വയം കുത്തി പൊട്ടിക്കണം. എടാ ഇപ്പോഴാണ് ഒരു ടയർ മാത്രം മാറ്റിയാൽ മതി. വെച്ചോണ്ട് ഞാൻ ചിലപ്പോൾ ഈ വണ്ടിയോടെ മാറ്റേണ്ടി വരും. ടയർ മാറ്റി? എന്ത് ഈ ടയറിന് എന്താ കുഴപ്പം? എടാ നിന്നോടും പറഞ്ഞവരോട് വേറെ ആരോടും പറയരുതെന്ന്. അങ്ങനെ വേറെ ആരെങ്കിലും ഞാൻ ഗേൾഫ്രണ്ട്. അവൻ നിന്നോട് എല്ലാം പറയാറുണ്ടെന്നാണോ? അക്ഷയ് വേണ്ട, ആദ്യം നിനക്ക് പറയാനുള്ള പറ, എന്നിട്ട് മതിയുടെ ബാക്കിയുള്ള കാര്യം. എന്താണ് പ്രശ്നം? എന്താ അവൻ പറയുന്നത്? ദിയ എന്താ? ലീവ് മീ അലോൺ വരുൺ പ്ലീസ്. എന്താ ഇവിടെ പ്രശ്നം? വാട്ട് ഇസ് ദ പ്രോബ്ലം ഓഫ് ദി ഇന്ത്യ? വലിച്ചിട്ടുണ്ടോ? വലിച്ചിട്ടുണ്ട് മക്കളെ. ഞാൻ കുറച്ച് സത്യങ്ങൾ പറയാൻ പോവാ. ഗൗതമിന് നിന്നെ നല്ല പേടിയാ. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അവൻ നിന്നോട് പറയത്തുമില്ല. കുപ്പി നിന്റെ മുന്നിൽ ഒരു മാസ്ക് ഇട്ടോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അത് മോശമല്ലേ? പിന്നെ നീ ഇങ്ങനെ പ്രകാശം പരത്തി പരത്തി നടക്കുന്നതിൽ കുറെ പേര് കരിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരുത്തനാണ് ഇവൻ. എവിടെ? ആ, അക്ഷയനെങ്കിലും കുപ്പി നീ ഖരീച്ച് കളയല്ലേ? ഞാൻ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല. എന്തൊക്കെയാ പറയുന്നത്? അറിഞ്ഞിട്ട് എന്തിനാ നാട്ടുകാരോടെല്ലാം പറഞ്ഞു നടക്കാനോ? ഞാനങ്ങനെ നീ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയരുത്. എടാ നട്ടപ്പാതിരക്കിരുന്ന് ബസ്സിൽ കത്തി അടിച്ച കാര്യം, ഐ ലവ് യു പറഞ്ഞ കാര്യം, ബഞ്ചിക്ക് ശേഷം ഓൾമോസ്റ്റ് കിസ് അടിച്ച കാര്യം, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. പ്ലീസ് ലീവ് മീ അലോൺ. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് അക്ഷയ്. എനിക്കിപ്പോ പറയാൻ പറ്റില്ല, അത്ര തന്നെ. ദേവിക, would you please just let me be, all right? കുഴപ്പമായോ? കുപ്പി ഡോറ് തുറക്ക്. പറ്റില്ല. എനിക്ക് പോയിട്ട് കുറെ പണിയുള്ള. ഡോറ് തുറക്കടാ. പറ്റില്ല. എനിക്ക് കുറച്ച് പറയാണ്ട, കേട്ടറങ്ങ് പോയാൽ മതി. ഇന്ന് ഐവിയുടെ ലാസ്റ്റ് ദിവസമാണ്. ഞാൻ രാവിലെ തൊട്ട് ഓരോരുത്തരുടെയും പുറകെ നടക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ശരിയാക്കാൻ. ശരി, ഞാൻ ഇന്നലെ രാത്രി വേണ്ടാത്ത എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ, സത്യല്ലേ? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. നീ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇടപെടും. എനിക്ക് വേറെ വഴിയില്ലല്ലോ.
നിനക്ക് എങ്ങനെയാലും ദിയെ വളച്ചെടുക്കണം. നിനക്ക് ഫുൾ ടൈം ദേവിയുടെ കൂടെ നടക്കണം. നിന്റെ വിചാരം എന്ന് വെച്ചാൽ ഐ വി വേൾഡ് കപ്പ് ആണെന്നാണല്ലോ. എല്ലാവർക്കും ഐ വിക്ക് വരാൻ അവരുടേതായ ഒരു കാരണങ്ങളുണ്ട്. പക്ഷെ നീയൊക്കെ ഞാൻ എന്തിനീ ട്രിപ്പിന് വന്നൊന്നും ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ കൂടെയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനാടാ തെണ്ടികളെ. കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നും. പക്ഷെ ഇതുവരെ നമ്മളെല്ലാവരും കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ദിയയുടെയോ ദേവികയുടെ കൂടെയോ നടക്കണ്ടെന്നോ നീ നിന്റെ ജോലി ചെയ്യേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നേ. പക്ഷെ ഒരുമിച്ചുള്ള ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കേണ്ടിരിക്കുക. എടാ ദിൽ ചാത്താ ഹേ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തേ? പിന്നെ ഇത്ര ഫേമസ് ആയ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ പോകുന്നത് മോശമല്ലേ? ഭയങ്കര മോശം. പക്ഷേ ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറ വേണമല്ലോ. എൻ്റെ ക്യാമറ ഇല്ല. ക്യാമറ എൻ്റെ അടുത്തുണ്ട്. ആ ഓക്കെ, അപ്പൊ പിന്നെ നീ ഫോട്ടോ എടുക്കാൻ ഒരാളെ മാത്രം കിട്ടിയാൽ മതി. എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല. നിനക്കറിയാവോ? എനിക്ക് ഒട്ടും അറിയില്ല. എടാ നിനക്കോ? എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ. ഇനിയിപ്പോ ആരാ ഉള്ളേ? മതി, നിങ്ങൾ നിനക്ക് ഞാൻ എടുത്തരാം. കുപ്പി നീ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടേയില്ലോട്ടോ. ഓവറാക്കണ്ട, പോയി നിൽക്ക്. സോറിടാ, ഞാൻ എടുത്തരാം. സോറിയുടെ ചക്കരെ, ഇനി വഴക്കുണ്ടാക്കൂല കേട്ടോ. സോറി കേട്ടോ. സോറിടാ. ശരി, പോയി നിൽക്ക്. എന്നടാ പോയി നിൽക്കട പൊട്ട. അമീർ ഖാൻ ചാരിയിരുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോയടാ. 15 വർഷമായില്ലടാ. അല്ലെങ്കിലും അത്ര നാളും നിലനിൽക്കുന്ന എന്താടാ ഉള്ളേ? ഫോൺ കട്ട് ചെയ്യല്ലേ പ്ലീസ്. എന്താ കാര്യം? നീ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വേറൊരു മുഖമുണ്ട്. വേറൊരു മുഖോ? നീ ആരാ, റിപ്പറോ അതോ ഗാങ്സ്റ്ററോ? ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൊട്ടടുത്തൊരു ലൈബ്രറി ഉണ്ട്, നീ അവിടം വരെ ഒന്ന് വരുമോ? ഹായ്. അയ്യോ, ഇതെന്തത്? ഇതെന്തത്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കൊള്ളാട്ടോ, എനിക്ക് ചേരണുണ്ട്. താങ്ക്സ്. ഹലോ. എടാ നിനക്കെന്താണോ ഫോൺ എടുത്താ? എത്ര ദിവസം ഞാൻ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഓസ്റ്റിൻ. ഓസ്റ്റിൻ. ഇവിടെ പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ല. ഓസ്റ്റിനെ, എന്താ പറ, നമുക്കിതൊന്ന് നിർത്തിക്കൂടെ? സത്യം പറഞ്ഞ നമ്മുടെ ബാൻഡിന്റെ പാട്ടൊക്കെ ഭയങ്കര ബോറാ. പെറ്റ തള്ള സഹിക്കൂല. നീ ഇപ്പൊ ഫൈനൽ ഇയർ ആയില്ലേ? എന്തെങ്കിലും ഒരു 4 അക്ഷരം പഠിച്ചൊരു പ്ലേസ്മെന്റ് ഒക്കെ മേടിച്ച് ഒന്ന് രക്ഷപ്പെടാൻ നോക്കടാ. അല്ല പിന്നെ എന്തെങ്കിലും ഒന്ന് പറ ദേവുട്ടി പ്ലീസ്. ഇത്രയും വെട്ടുണ്ടായിരുന്നു.